ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ജിൻഡോ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യം അദ്ദേഹം ഷോയിൽ ചെയ്തിട്ടുണ്ടാകുമെന്ന് നടനും മുൻ ബിഗ് ബോസ് താരവുമായ അനൂപ് കൃഷ്ണ. സീസൺ 6 മുഴുവനായി കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. തൻ്റെ ഷോർട്ട് ഫിലിമായ കൺമഷിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടിയിലായിരുന്നതിനാൽ അതിൻ്റെ തിരക്കിലായിരുന്നുവെന്ന് അനൂപ് കൃഷ്ണൻ പറയുന്നു. സീസൺ 6-ലെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ല. പിന്നെ ഒരു ബുള്ളിങ് വരണമെങ്കിൽ അത് ജാസ്മിനായാലും ആർക്കായാലും അതിനുള്ളിൽ ചെയ്ത പ്രവൃത്തിയെ ബേസ് ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ ടെലികാസ്റ്റിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളെക്കുറിച്ചൊക്കെ ആണല്ലോ. ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. പിന്നെ വന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരുടെയും പേര് വെച്ച് പറയുന്നില്ല, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. 100 ദിവസമാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കാം, അതിന് നിങ്ങൾക്ക് ഇത്രയും പേയ്മെൻറ്റ് തരും എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്ര പേയ്മെൻറ്റ് വേണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാം. സാധ്യതകളെല്ലാം നമുക്ക് മുന്നിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. തരുന്ന പൈസയെക്കുറിച്ച് വ്യക്തമായും നിയമപരമായും പറയുന്നുണ്ട്. ഓരോരോ ആൾക്കാരെ അടിസ്ഥാനമാക്കിയായിരിക്കും ഓരോ കാര്യങ്ങൾ വരുന്നത്. സൈബർ ബുള്ളിങ് ഉണ്ടാകും, മറ്റ് ചോദ്യങ്ങളും ശരങ്ങളും ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൻ്റെ ഷോർട്ട് ഫിലിമായ കൺമഷിയെക്കുറിച്ച് അഭിമുഖത്തിൽ അനൂപ് വാചാലനായിരുന്നു. അഞ്ജലി എന്നൊരു സംഗീതജ്ഞയാണ് എന്നെ സമീപിക്കുന്നത്. അഞ്ജലിയോട് ഞാൻ അഭിനയിച്ച ഒരു സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു പാട്ടിൽ അഭിനയിക്കാനാണ് എന്നോട് പറയുന്നത്. അധികം ആൽബങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും അതിൽ വർക്ക് ചെയ്യണമെന്ന് തോന്നി. പിന്നെ കുറേ കാലമായി ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. സണ്ണി വിശ്വനാഥ് എന്ന എൻ്റെ മെൻറ്ററുടെ ചാനലിൻ്റെ കുറേ കവർ സോങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. 2-3 ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. സാമ്പാർ എന്ന സിനിമയുടെ ടൈറ്റിൽ സോങ്ങിൻ്റെ വിഷ്വൽ ചെയ്തത് ഞാനാണ്. ഒരു സ്റ്റോറി അതിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ അഞ്ജലിയോട് അങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. നമുക്ക് തന്നെ പെർഫോം ചെയ്യാമെന്നും വ്യക്തമാക്കി. അങ്ങനെ വളർന്ന് വന്നതാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അടക്കം നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് വെച്ച് കൺമഷിയുടെ പ്രിവ്യൂ നടത്തി. ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് എന്ന സിനിമയിലെ വളരെ ചെറിയൊരു ഭാഗത്തിലാണ് ഞാൻ ആദ്യമായി മുഖം കാണിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ സംവിധായകൻ മാർത്താണ്ഡൻ സാർ, സിദ്ധാർത്ഥ്, അനൂപ് കണ്ണൻ, ഗിരീഷ് കുമാർ, സുനിൽ കാറ്റിയാട്, അടുത്ത സുഹൃത്തുക്കളായ പെപ്പെ, ആര്യ തുടങ്ങി നിരവധി ആളുകൾ വന്നിരുന്നുവെന്നും അനൂപ് കൂട്ടിച്ചേർക്കുന്നു.